നീ കണ്ടോ സുപ്പുവിൻ്റെ മുടി കിളിച്ചിറങ്ങിയതില്ല, കുതിരവാല് മാതിരിയെ കിടക്കുന്നുണ്ട് എൻ്റെ ഡേ. കണ്ടോ നമ്മളാണ്ട് ഇതൊക്കെ കാണുന്നു കേട്ടോ, ചിരിച്ചു പാട് വരും കേട്ടോ. എന്താ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താ, ഇന്ന് നമ്മൾ ഇതേ കാർക്കൂന്തൽ കിളർപ്പിക്കാൻ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോഴേ വീഡിയോ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഇൻട്രോ എടുത്തില്ല. നിങ്ങൾ എൻ്റെ ചങ്ക് കൂട്ടുകാരെ ക്ഷണിക്കണ്ടേ എൻ്റെ കുഞ്ഞ് വീഡിയോ കാണാൻ. സുപ്പുനെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോവാം. കുഞ്ഞ് വിശേഷങ്ങളാണ്. വിശേഷം എന്താ അത് കേട്ടോ, നമ്മുടെ കാക്കൂന്തൽ കിളർപ്പിക്കുന്ന ഇന്നത്തെ നമ്മുടെ ടിപ്പ് ഇന്നും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. 4 ദിവസമായി നമ്മൾ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ ഇന്ന് സുപ്പു കുളിക്കാതെ നനയ്ക്കാതെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോഴേ കാരണം അറിയാമല്ലോ, നമ്മളിങ്ങനെ ഓരോരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. അപ്പോഴേ നമുക്ക് പരീക്ഷണമാണ്. ഇപ്പോഴും നമ്മുടെ ഇതേ ഈ കാർക്കൂന്തലൊന്ന് വളർത്തിയെടുക്കാൻ പെടുന്ന പാട് കേട്ടോ, ഈ സുപ്പുവിന് മാത്രം അറിയാം. അപ്പോൾ ഇത്തിരിയെങ്കിലും ഒന്ന് വളരണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് പിള്ളേരെ. സത്യമായിട്ടും മുടിയുടെ ഒരു കുറവ് തന്നെയാണ് കേട്ടോ. സത്യം നിങ്ങളോട് ഞാൻ പറയാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സങ്കടമൊക്കെ ഇപ്പം വരുന്നുണ്ട് കേട്ടോ, മുടിയില്ലാത്തതിൻ്റെ ആ ഒരു സങ്കടം കേട്ടോ. മുടിയുള്ളവർക്ക് അതിൻ്റെ സങ്കടം മനസ്സിലാവത്തില്ല കേട്ടോ, മുടിയില്ലാത്തവരുടെ സങ്കടം. അപ്പോഴും മുടി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ സുപ്പുവിന് സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലോ കേട്ടോ. അപ്പോഴിങ്ങനെ നമ്മൾ ഓരോരോ പരീക്ഷണങ്ങൾ ഇവിടെ തകർത്ത് വാരി ചെയ്യുവാണ്. പക്ഷെ കെമിക്കലുകളൊന്നും നമ്മുടെ ഈ കാർക്കൂന്തൽ വളരാൻ നമ്മൾ കേട്ടോ തേക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു സാധനങ്ങളും കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നില്ലേ നമ്മുടെ റോസ്മേരി ചേച്ചി 10-60 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു. അല്ലാതെ നമ്മൾ ഇതുവരെയും വേറൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എണ്ണയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. എന്താ ഇപ്പം ഞാനും മോളും തേക്കുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള എണ്ണ കേട്ടോ. എണ്ണ കാച്ചി ഇത്രയൊക്കെ ആയി കേട്ടോ. നമ്മൾ ഇത്തിരിച്ച് അരിപ്പിയാണെന്നൊന്നും പറയണ്ട. അപ്പോൾ ഒരു നേരം നമുക്ക് തേച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ തേക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് തേച്ചതാണ് രാവിലെ കേട്ടോ. മുടി അങ്ങോട്ട് വളരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് അങ്ങോട്ട് തേക്കണം. നമ്മുടെ ആ കുപ്പി ഞാൻ ഇന്ന് എടുത്തില്ല കേട്ടോ. അതിനകത്താണല്ലോ ഞാൻ എണ്ണയും മുട്ടയൊക്കെ തേക്കുന്നത്. അപ്പോൾ ഈ എണ്ണയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചേച്ചിമാർ പറയുന്നത് ഇതിൻ്റെ അകത്തൊന്നും നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, ഒത്തിരി എന്തുവാ ചെളിയൊക്കെ ഉള്ളായിരുന്നു. അത് നമുക്ക് നന്നായിട്ട് ഇളക്കണം. അപ്പോഴാണ് നമുക്ക് മുടി വളർച്ചയൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ചേച്ചിമാരുടെ കണ്ടുപിടുത്തങ്ങൾ പിള്ളേരെ. സത്യം പറഞ്ഞാൽ ഈ സുപ്പു ഉണ്ടല്ലോ, തലമുടി നന്നായിട്ട് ഞാൻ ചീകാത്ത ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. ഞാൻ ചീകത്തില്ല, മുടി കുറവായതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി വയ്ക്കത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചീകത്തേ ഇല്ലായിരുന്നു. ഇപ്പം പക്ഷേ നമ്മുടെ ആ ചേച്ചിമാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രാത്രിയിലും പകലും എൻ്റെ മോൻ പറയുന്ന കേൾക്കണം, ഈ അമ്മയ്ക്ക് വേറൊരു ജോലിയേ ഇല്ലയോ, ഈ കാക്കൂന്തൽ വളർത്തുന്ന ഒരു ജോലിയേ ഉള്ളൂ. അവൻ നോക്കുമ്പോൾ മൊത്തം ഞാനിങ്ങ് ചീവൊക്കെ കേട്ടോ. എന്ന് വെച്ചാൽ ആ ചേച്ചിമാർ പറയുന്നത് നന്നായിട്ട് ചീകിയാലേ നമുക്ക് രക്തഓട്ടവും ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. മുടി വളരാനും ഒക്കെ നമ്മൾ ചീകണം, വലിച്ചല്ല. ഞാൻ പേടിച്ചു പോയി. നമ്മുടെ സരസ്വാണെന്ന് വിചാരിച്ചു. എന്നാൽ ഞാനിപ്പോൾ റോഡിലോട്ട് ജമ്പ് ചെയ്തേനെ മോനാട്ടോ. പേടിച്ചു പോയി, ഗ്രില്ല് തുറന്ന് കേട്ടോ. അപ്പോഴേ നന്നായിട്ട് നമുക്ക് ചീകിയാലേ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണമെന്ന്. അപ്പോഴും നമുക്ക്
മുടി വളരാനും ഒക്കെ നമുക്കിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ മോള് പക്ഷേ അവൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവൾക്ക് നല്ല കേട്ടോ, എൻ്റെ കുഞ്ഞിന് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എനിക്ക് തന്നെ പിടിക്കും, ഞാൻ തന്നെ അസൂയപ്പെട്ടിട്ടുണ്ട് എൻ്റെ കൊച്ചിൻ്റെ മുടി കേട്ടോ. ഇപ്പോൾ അത് മൊത്തം പോയി, എന്നാലും അവൾ നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ മുടി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് തേച്ച്, ഞാൻ രാവിലെ തേച്ചതാട്ടോ, പിന്നെ ചുമ്മാ നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നപ്പം നമ്മളൊന്ന് തേച്ചെന്നുള്ളൂ. ഇത് നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുത്തിട്ട് 10 മിനിറ്റൊക്കെ 10-15 മിനിറ്റ് നമ്മുടെ തലയിൽ എണ്ണ അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞ്, ഇപ്പം ഞാൻ വെറുതെ പരട്ടിയതാട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇന്നലത്തെ വെള്ളം, എൻ്റെ സാറേ ഇന്നലത്തെ വെള്ളം നമ്മുടെ അമ്മമാർക്കൊന്നും കൊടുക്കരുത് കേട്ടോ. ഇവിടുത്തെ അമ്മയുണ്ട്, ഇപ്പം അറിയാം അമ്മയ്ക്ക് ഞാൻ ദിവസവും ഇത്ര പണി ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. ഇപ്പം അമ്മ അവിടെ വെച്ചേക്കും. അപ്പോഴതേ നല്ല ആയുസ് മാതിരി ഇരിക്കുന്ന നമ്മുടെ വെള്ളച്ചോറിൻ്റെ ആ കഞ്ഞിവെള്ളം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ആയാലും കഴുകി കളയാം കേട്ടോ. നല്ല തണുപ്പ് കേട്ടോ. ചില സമയത്ത് ആയുസ് കാട്ട മാതിരി ഇരിക്കും. അതെന്താ എനിക്കറിയത്തില്ല, അതെങ്ങനെയാണെന്ന് കേട്ടോ. അതെന്തായേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഈ ഐസ് കട്ട മാതിരി ഇരിക്കില്ല ചില സമയത്ത്. പക്ഷെ ഞാൻ എടുത്തപ്പോൾ ഇത് കട്ടയായിരുന്നു. എൻ്റെ അഹങ്കാരത്തിൻ്റെ കൂടുതൽ കൊണ്ട് അത് കൈയിട്ട് കലക്കി അതിൽ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ്, നല്ല രസം തോന്നും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇളക്കി, അതാണ് ഇങ്ങനെ ലൂസായിപ്പോയത് കേട്ടോ. നമുക്കങ്ങോട്ട് തേച്ച് കൊടുക്കും. ഇന്നാൾ ഈ പെണ്ണ് കാണിച്ച വേല കണ്ടോ, ഇന്നാളിൽ എന്തുമായിരുന്നു, ഏതാണ്ട് തേച്ചിട്ട് തലേ കഞ്ഞുവെള്ളം കുരി ഒഴിച്ചു. ഇങ്ങനെ ഒരു കുരുത്തം കെട്ട സുപ്പൂനെ കാണാൻ പ്രയാസം കേട്ടോ. എന്ന് വെച്ചാൽ ഈ കാർക്കൂന്തൽ വളർത്താനങ്ങ് വെപ്രാളം വ്യത്യാസമുണ്ട്. അയ്യോ, ഞാൻ കാണിച്ചേനെ എൻ്റെ മുടിയുടെ വ്യത്യാസം നിങ്ങൾ. ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു മുടികൾ. അയ്യോ, മാമാട്ടിക്കുട്ടിയമ്മയുടെ കൂട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ അല്ല, ഞാൻ മറന്നുപോയി, കാര്യം പറഞ്ഞുകൊണ്ട് നിന്നതിൻ്റെ ഇടയ്ക്ക് അത് പോയി ചീറ്റിപ്പോയി. അത് കാണിക്കായിരുന്നു കേട്ടോ. എന്താ മക്കളെ ഹോൺ അടിക്കുന്നേ? വൃത്തം കെട്ടത് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാതെ പറഞ്ഞ് വന്ന ഇതങ്ങ് കുത്തുവാട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ അമ്മയുടെ ഒരു പണി, ഞാൻ എങ്ങോട്ടും നടക്കണ്ട. എനിക്ക് പിള്ളേർ പറയുന്നത് ഞങ്ങൾ എങ്ങോടെ നടക്കണ്ട, ഈ അമ്മയ്ക്ക് ഒത്തിരി കഞ്ഞിവെള്ളം തേപ്പുണ്ട്. കണ്ണിലോട്ടേ വെള്ളം ഒലിച്ച്. അപ്പോഴും നന്നായിട്ട് നമുക്കിത് തേച്ച് പിടിപ്പിക്കാൻ നമുക്ക് കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്തും നല്ലതാണ്. വീണ ഒരു കുഴപ്പമില്ല കേട്ടോ. കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. നമ്മുടെ ദേഹത്തായാലും കുഴപ്പമില്ല, നല്ലോണം അടിച്ച് നനച്ചങ്ങ് കുളിച്ചാൽ മതി കേട്ടോ. ഞാൻ എല്ലാവർക്കും ഇപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ മുടിയുടെ വ്യത്യാസം. നല്ല ഇപ്പം 3-4 ദിവസം കൊണ്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മുടിക്ക്. നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഞാൻ കുളിക്കാൻ പോയില്ല, സാരമില്ല. ദേഹത്താവുന്നെങ്കിൽ നമുക്കിവിടെ ഇവിടെയും വെള്ളം ആവുന്നെങ്കിൽ ഞാൻ അതാ ഇവിടെ വന്ന് നിന്നേട്ടാ. നല്ല തണുപ്പുണ്ട് കഞ്ഞിവെള്ളത്തിന് കേട്ടോ. മതി, ഒത്തിരിയായി. അപ്പോഴേ ഇനി ഒരു 10-15 മിനിറ്റ് ഞാൻ ഇങ്ങനെ നമ്മുടെ മുടിയുടെ തുമ്പത്തും ഒക്കെ പരട്ടാൻ കേട്ടോ. 20 മിനിറ്റ് നമുക്കിങ്ങനെ നിന്നിട്ട് മതിയല്ലോ, ഒത്തിരി ആയല്ലോ. കിളിച്ചിറങ്ങത്തൊന്നുമില്ല കാർക്കൂന്തൽ ഒത്തിരി ഒഴിച്ചാലൊന്നും കേട്ടോ. നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ചില വീടുകളിലേ ചോറ് വേവിക്കുമ്പോഴേ ഉപ്പിടും. അതങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ഈ ചോദിക്കുന്നത് കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചേച്ചി നീ കണ്ടോ സുപ്പൂൻ്റെ മുടി കിളിച്ചിറങ്ങിയതില്ല, കുതിരവാല് മാതിരിയാണ് കിടക്കുന്നുണ്ട് എൻ്റെ കണ്ടോ. നമ്മുടെ അണ്ണൻ ഇതൊക്കെ കാണുന്നു കേട്ടോ, ചിരിച്ചു പാട് വരും കേട്ടോ. എൻ്റെ അണ്ണനല്ലേ കാണുന്നുള്ളൂ ഇതൊക്കെ കേട്ടോ. മക്കളും കേട്ടോ ഞാൻ ചെയ്യുന്ന ഓരോ പരിപാടികൾ അവർക്കെന്തായാലും ചിരിക്കാനുള്ള വക ഞാൻ ഇഷ്ടം പോലെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മൂടി
ഇവിടെയല്ല ഞാൻ കണ്ടോ, ഇവിടെയല്ല മുടി എൻ്റെ മൊത്തത്തിൽ പൊഴിഞ്ഞു പോയതാ. എൻ്റെ പിള്ളേരെ, എൻ്റെ സാറന്മാരെ, എൻ്റെ ചേച്ചിമാരെ, ചേട്ടന്മാരെ, എൻ്റെ മുടി കണ്ടോ, ഇവിടെ എല്ലാം കിളിച്ച് വരുന്നുണ്ട്. കണ്ടോ കണ്ടോ, മാമാട്ടി കുട്ടിയമ്മയായി സുപ്പു. കണ്ടോ മുടി, നല്ല മുടി പൊഴിച്ചിലുണ്ടായിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ, അതൊക്കെ ഒരു കാലം കേട്ടോ. ഇതിപ്പോൾ മുഖത്തൊന്നും ചെയ്തില്ല കേട്ടോ. കഞ്ഞിവെള്ളം വീഴട്ടെ കേട്ടോ, ശരിക്കും കഞ്ഞിവെള്ളം വീഴട്ടെ. അപ്പോഴിനി കുളിച്ചിട്ടൊക്കെ വരാൻ ഞാൻ ഇച്ചിരി നേരം ഇവിടെയൊക്കെ കറങ്ങിട്ട്, പിള്ളേരെ കറങ്ങിട്ട്. ഇതും കൊണ്ട് അകത്തോട്ട് കയറാൻ ഒക്കത്തില്ലല്ലോ, വെള്ളം ഇങ്ങനെ വീണോണ്ടേ ഇരിക്കുമല്ലോ. അപ്പോഴിത്തിരി നേരം ഞാനിവിടെ നിന്ന് കറങ്ങിട്ട്. എല്ലാവരും ചെയ്ത് നോക്കണം ഇതൊക്കെ കേട്ടോ. നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം കൊണ്ട് പൈസ ചിലവൊന്നുമില്ല കേട്ടോ. മുഖവും സുന്ദരമാവും. മുഖത്ത് ഇഷ്ടം പോലെ കഞ്ഞിവെള്ളം വീണിട്ടുണ്ട് കേട്ടോ. നൈറ്റി അപ്പോഴേ കഴിയണം. നല്ല വെള്ളയായിട്ട് കഞ്ഞിവെള്ളം, നല്ല ഈ ഐസ് മാതിരിയുള്ള കഞ്ഞിവെള്ളമല്ലേ അത്. ഇത് അപ്പോഴേ കഴിയില്ലെങ്കിൽ ഇന്നാൾക്ക് എനിക്ക് ഒരു വെള്ള നൈറ്റി, നല്ല നൈറ്റി ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ വെച്ചേക്കരുത് കേട്ടോ. അപ്പോഴേ നമ്മളിത് കൊണ്ടുപോയി കഴിയണം. കഞ്ഞിവെള്ളമല്ലേ, തലേന്നത്തെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ ബാത്റൂമിനകത്തൊന്നും കയറാൻ ഒക്കത്തില്ല. നല്ല കുളിച്ച വാടയെടുക്കും. വല്ലവരുമൊക്കെ നമ്മൾ ഓടിച്ചിട്ട് അടിക്കും കേട്ടോ. ഞാനെപ്പോഴേ കുളിച്ചിട്ടൊക്കെ വരട്ടെ, ആ തുണിയും കഴുകി ഇട്ടിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ച് നനച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് കേട്ടോ. കുളിച്ച് കാർക്കൂന്തലൊക്കെ അങ്ങോട്ട് കഴുകി ഉണങ്ങിയില്ല കേട്ടോ. കാർക്കൂന്തലൊക്കെ കഴുകിയിട്ട് വന്നു. ഷാമ്പു ഇടരുത് കേട്ടോ. ഷാമ്പു ഇടാതെ സാധാ പച്ചവെള്ളം കൊണ്ടേ കഴുകാവൂ. നമ്മുടെ മുഖത്ത് എന്ത് മിനുക്കപ്പണി ചെയ്താലും മുഖവും അതുപോലെ തന്നെ സോപ്പിട്ട് കഴുകരുത്. നമ്മൾ ചെയ്യുന്നതിന് ഫലം കാണത്തില്ല കേട്ടോ. അപ്പോഴേ ഇന്ന് ഒന്നും തേച്ചില്ല കേട്ടോ. ഇന്ന് കഞ്ഞിവെള്ളം മുഖത്തൊന്നും ഇങ്ങനെ ഒഴുകിയത് വരുന്നത് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഞാൻ ഒത്തിരി തുണി കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് കുളിച്ചിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം, നല്ലതാണ് കഞ്ഞിവെള്ളം കേട്ടോ. അപ്പോൾ സുപ്പ് മതിയല്ലോ, വിശ്വാസം ആവുമല്ലോ. സുപ്പ് പറയുമ്പോൾ വിശ്വാസം ആവുമല്ലോ സുപ്പ് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നോക്കാം, എൻ്റെ ആ മുടി വെച്ച് നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ മുടി അവിടെ വെച്ചാൽ മതി മക്കളെ. അപ്പോഴേ നമ്മുടെ മുടി ഞാൻ ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഇത്തിരി വ്യത്യാസമുണ്ട്. ഒരു ഇങ്ങനെയൊക്കെ ഞാൻ ഇവിടെ ഒരു നര നിർത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ മുടിയുടെ വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ. മറ്റേ ഇവിടെയൊക്കെ നര വരുമ്പോൾ അപ്പോഴേ പിഴുത് കളയും. ഇവിടെ ഞാൻ ഒരെണ്ണം നിർത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം വളരുന്നു എന്ന് നമുക്കത് കാണാം. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം എൻ്റെ മുടി വളരുന്നുണ്ടെന്ന്. ആ നര വളർന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുടിക്ക് വളർച്ചയുണ്ടെന്ന് കേട്ടോ. ഒത്തിരി ഒന്നും ഇല്ലേലും ഇച്ചിരി വ്യത്യാസമൊക്കെ ഒന്ന് കേട്ടോ. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ 2 പേരെ കാണിക്കാം ഇവിടെ കേട്ടോ. അവർ 2 പേരിൽ അവിടെ കിടന്നു വെയിൽ കൊള്ളുന്നു. കാണിക്കാം കേട്ടോ. 2 ആളും കൂടെ വെയിൽ കൊള്ളുന്നത് കൊണ്ടോ എന്തൊരു സ്നേഹം 2 ആൾക്കും. എടാ ശംഭു എന്തുവാടാ ഇത്? എന്തുവാ? എനിക്ക് വയ്യ. ഒരു കിടപ്പ് കണ്ടില്ലേ 2 പേരുടെയും? എനിക്ക് എന്തുവാടി നിനക്ക്? ശംഭു, നിന്നെ ആരോ ആക്രമിച്ച മട്ടുണ്ടല്ലോ, മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എന്തോ പറ്റിയടാ? അവൻ്റെ കാലാരോ തല്ലി ഓടിച്ചു. അവൻ്റെ വലത് മുഖം എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇനി നീ ഇതൊന്നും കാണുന്നില്ലയോ? അവനീ പറ്റിയതൊന്നും വേണ്ടേ? പാവ ശംഭുവേ. എന്തൊക്കെ കണ്ടാലൊക്കും. എന്തുവാ ഇത്? അവൾ ഉരുണ്ട് പരണ്ട് കിടന്ന് ചൊറിയാട്ടോ. അവൻ്റെ വാല് പൊങ്ങുന്നുണ്ടോ? അവൻ്റെ വാല് പൊങ്ങുന്നുണ്ടോ? നല്ല രസമുണ്ട്. ശംഭുവേ. രാവിലെ നമ്മുടെ അമ്മിണിയെ ചാക്കിടാൻ വന്നതാ കേട്ടോ.
അപ്പോഴേ മഴയൊക്കെ ആയതുകൊണ്ട് പെണ്ണിന് ഞാൻ പണി കൊടുക്കാതെ ഇരുന്നതാ, പാവമല്ലേ. ഇന്നിപ്പോൾ ഇത്തിരി ഒരു വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇവക്കെന്നാ ഇവള് വെറുതെ മടിച്ചാവും ഇങ്ങനെ ഇരുന്നിരുന്ന്. അപ്പോഴിത്തിരി അങ്ങോട്ട് തുണിയൊക്കെ വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മിനി അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയുണ്ട്, ഇനി സമാധാനമായിട്ടൊക്കെ ജോലി ചെയ്താൽ മതി കേട്ടോ. ഇനിയുണ്ട്. അപ്പോഴിത്തിരി ഒരു വെയിലൊക്കെ കാണുന്നുണ്ട് രാവിലെ കേട്ടോ. ചീടത്തിരുന്ന് ഓർക്കിടക്കൊക്കെ പന്നലായി കേട്ടോ. വെയിൽ കൊള്ളാതെയും മഴ നനയാതെയൊക്കെ ഇരുന്ന് അങ്ങനെ ഇന്നലെയല്ല 2-3 ദിവസമായി ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചേക്കുക. എല്ലാം പന്നലായി ഇതിൻ്റെ മേളിലിരുന്ന്. എന്തോ ചെയ്യാനാന്ന് പറ, ചൂട് എന്നിട്ട് എല്ലാ ചെടിയും പുഴുവും തിന്ന് ഒരുമാതിരി ഒത്തിരി പുഴുക്കളുണ്ടല്ലോ. എൻ്റെ ഈ ചെടിക്കകത്തെല്ലാം അങ്ങ് പുഴുവായിരുന്നു. എന്തൊരു കഷ്ടമാണെന്ന് പറ. ഇതേ ഇലച്ചെടിയായിരുന്നു, അതിൻ്റെ പേരെന്തുമായിരുന്നു, അത് ദേ മുഴുക്ക തിന്നു. പക്ഷേ അവിടുന്നും ഇവിടുന്നും ഒക്കെ തൈ കിളിച്ച് വരുന്നു കേട്ടോ. ഈ ഇല നല്ല രസമാണ്, ഒരു ചുമന്ന ഇലയുള്ള, അതിൻ്റെ പേരെന്തുമായിരുന്നു. ഇവിടെ കൂട്ടുകാരൊക്കെ വെള്ളച്ചട്ടിക്കകത്ത് നടണേന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ദേ കണ്ടോ, ഇലയൊക്കെ കണ്ടോ. ഈ ചെടി നല്ല ഇലയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചെടി. എല്ലാം പോയി. ഞാനത് വെള്ളം വേട്ടെന്ന് വെച്ച് ഇങ്ങോട്ടെടുത്ത് വെച്ചതാണ്. നമ്മുടെ പെരയുടെ മേളിൽ ഞാനങ്ങനെ കയറത്തില്ലായിരുന്നു. മഴയായി കഴിഞ്ഞപ്പം നല്ല തെന്നലായിട്ട് കിടക്കുക. മോനായിരുന്നു കയറി തുണിയൊക്കെ വാരി ഇടുന്നത് കേട്ടോ. ഇച്ചിരി ഒരു തോർച്ച കണ്ടപ്പോൾ എന്തോ ഒരു മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം ഒരു നല്ലൊരു ആശ്വാസം കണ്ടോ. റോഡിലൊന്നും ആരുമില്ല കേട്ടോ, ആരുമില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ആരും വിരുന്നൊന്നും പോകുന്നില്ല. ഞാൻ ദേ ഗേറ്റിലൊക്കെ പറക്കിയിട്ടേക്കുക. ഇനി ഈ തുണി ഉണങ്ങിക്കഴിഞ്ഞ് വീട്ടിലോട്ട് ആരെയാണെങ്കിലും നമ്മൾ കടത്തിയിടത്തുള്ളൂ. ഗേറ്റിനകത്തൊക്കെ ഞാൻ തുണി മോടെ ടോപ്പൊക്കെ ഉണങ്ങിയില്ല, എത്ര ദിവസത്തെയാണ്. അതുകൊണ്ടെല്ലാം വാരി ഇട്ടുന്നു രാവിലെ. അങ്ങനെ ഇന്ന് വലുതായിട്ട് മഴ പെയ്തില്ല കേട്ടോ. മഴ പെയ്തില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ തുണികളെല്ലാം എല്ലാം ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ ഉണക്കാൻ. പിന്നെ ഞാൻ കഴുകിയതാണ്. അപ്പോഴേ ബാക്കിയെല്ലാം ഞാൻ ഉണക്കി അങ്ങോട്ട് പറക്കി വെച്ചു. വലിയ മഴയൊന്നും പെയ്തില്ല ഇന്ന് കേട്ടോ. കുറച്ച് നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.